ഇനി ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകളിലേക്ക്. ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണിയിൽ പുതിയ തരംഗമുണ്ടാക്കാൻ ഒരുങ്ങുകയാണ് OnePlus Nord CE6 Lite. മെയ് 7-ന് ലോഞ്ച് പ്രതീക്ഷിക്കുന്ന ഈ ബജറ്റ് ഫോൺ ശക്തമായ പെർഫോമൻസും ആകർഷകമായ വിലയും കൊണ്ട് ശ്രദ്ധ പിടിച്ചുപറ്റുന്നു. ഇത്തവണ പ്രോസസറിൽ വലിയ മാറ്റമാണ് കമ്പനി കൊണ്ടുവരുന്നത്. സാധാരണ ഉപയോഗിക്കുന്ന സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റിന് പകരം മീഡിയടെക് ഡയമൻസിറ്റി 7400 പ്രോസസറാണ് ഫോണിൽ ഉൾപ്പെടുത്തുന്നത്. മികച്ച പ്രകടനവും വൈദ്യുതിക്ഷമതയും ഒരുമിച്ച് നൽകുന്ന ഈ ചിപ്പ് ഗെയിമിംഗിന് മൾട്ടി ടാസ്കിങ്ങിനും ഏറെ അനുയോജ്യമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ഗീക്ക് ബെഞ്ച് ടെസ്റ്റുകളിൽ ഫോണിന് മികച്ച സ്കോർ ലഭിച്ചതും ഇതിനൊരു തെളിവാണ്. 8 GB റാം ഉൾപ്പെടുത്തിയെത്തുന്ന ഈ സ്മാർട്ട് ഫോൺ ഓക്സിജൻ OS പ്രവർത്തന സംവിധാനത്തോടെയാണ് പ്രവർത്തിക്കുക. ഇതിലൂടെ സ്മൂത്ത് പെർഫോമൻസും ലാഗില്ലാത്ത ഉപഭോഗ അനുഭവമാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. വലിയ ആപ്പുകൾ പോലും സുഗമമായി പ്രവർത്തിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. വിലയുടെ കാര്യത്തിലും ഉപഭോക്താക്കളെ ആകർഷിക്കാൻ OnePlus ശ്രമിക്കുന്നുണ്ട്. 25,000 രൂപയ്ക്ക് താഴെയായിരിക്കും ഫോണിന്റെ ഇന്ത്യയിലെ വിലയെന്നാണ് വിപണി റിപ്പോർട്ടുകൾ. യുവാക്കളെ ലക്ഷ്യമിട്ട് ബജറ്റ് ഫ്രണ്ട്ലി വിഭാഗത്തിലെത്തുന്ന ഈ മോഡൽ വിപണിയിൽ ശക്തമായ മത്സരം സൃഷ്ടിക്കാനിടയുണ്ട്. മെയ് 7-ന് ഇതിന്റെ ഔദ്യോഗിക ലോഞ്ച് നടക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇലക്ട്രിക് വാഹന രംഗത്ത് ശക്തമായ മുന്നേറ്റം തുടരുന്ന BYD പുതിയ തലമുറ Atto 3 SUV-യിലൂടെ വീണ്ടും ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. വലിയ ഡിസൈൻ അപ്ഡേറ്റുകളും ആധുനിക സാങ്കേതിക വിദ്യയും കൂടി ചേർന്ന ഈ മോഡൽ 9 മിനിറ്റിൽ ചാർജ് ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. ഇലക്ട്രിക് പാസഞ്ചർ കാർ വിപണിയിൽ ശക്തമായ മുന്നേറ്റം കാഴ്ചവെച്ച് ടെസ്ല പോലുള്ള പ്രമുഖരെ വരെ വെല്ലുവിളിച്ച് മുന്നേറുകയാണ് ബിൽഡ് യുവർ ഡ്രീംസ് അഥവാ BYD. ഇന്ത്യയിൽ ഏകദേശം 12 വർഷമായി സാന്നിധ്യമുള്ള കമ്പനി 2013 ഓഗസ്റ്റ് 20-ന് ചെന്നൈയിൽ ആദ്യ ഇലക്ട്രിക് ബസ് അവതരിപ്പിച്ചുകൊണ്ടാണ് പ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് പാസഞ്ചർ വാഹന വിപണിയിലേക്ക് കടന്നുവരികയും ഇന്ന് E3, Atto 3, സീൽ, സീലയൺ, E-Max 7 തുടങ്ങിയ മോഡലുകളിലൂടെ ശ്രദ്ധേയമായ വിൽപ്പന നേടുകയും ചെയ്തു. ഇവയിൽ Atto 3 എന്ന ഇലക്ട്രിക് SUV-ക്ക് വിപണിയിൽ പ്രത്യേക ആരാധകരുമുണ്ട്. ചൈനയിൽ യുവാൻ പ്ലസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മോഡൽ BYD-യുടെ ആഗോള വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ച ഒന്നാണ്. വിപണിയിലെത്തി 5 വർഷത്തിനുള്ളിൽ തന്നെ സമ്പൂർണ്ണ മേക്ക് ഓവറോടെ 2ാം തലമുറയായി എത്തിച്ചിരിക്കുന്ന പുതിയ മോഡൽ ആഗോളതലത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പുതിയ Atto 3 മുൻഗാമിയേക്കാൾ വലുപ്പത്തിൽ ശ്രദ്ധേയമായ വർധനവാണ് കൈവരിച്ചിരിക്കുന്നത്. ഡിസൈൻ ഭാഗത്തും വലിയ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. കൂടുതൽ സ്റ്റൈലിഷായ എക്സ്റ്റീരിയറിനൊപ്പം ഷാർപ്പ് ഹെഡ് ലാമ്പുകളും പുതിയ LED ടെയിൽ ലൈറ്റുകളും നൽകിയിട്ടുണ്ട്. മുൻവശത്ത് ഫ്രങ്ക് ഉൾപ്പെടുത്തിയതിലൂടെ 180 ലിറ്റർ അധിക സ്റ്റോറേജ് സൗകര്യവും ലഭ്യമാണ്. 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ, വലിയ പനോറമിക് സൺറൂഫ്, 256 കളർ ആംബിയന്റ് ലൈറ്റിംഗ്, 16 സ്പീക്കർ സൗണ്ട് സിസ്റ്റം തുടങ്ങിയ പ്രീമിയം സവിശേഷതകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്ലാഷ് ചാർജിംഗ് സാങ്കേതികവിദ്യയിലൂടെ വെറും 5 മിനിറ്റിൽ 10 മുതൽ 70% വരെയും 9 മിനിറ്റിൽ 10 മുതൽ 97% വരെയും ചാർജ് ചെയ്യാൻ കഴിയുമെന്ന് കമ്പനി അവകാശപ്പെടുന്നു. ഇന്ത്യയിൽ നിലവിൽ Atto 3-യുടെ എക്സ് ഷോറൂം വില 24.99 ലക്ഷം രൂപ മുതൽ ആരംഭിക്കുന്നു. പുതിയ തലമുറ മോഡൽ അടുത്ത വർഷം ആരംഭത്തോടെ ഇന്ത്യൻ നിരത്തുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.